സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 6.5 കോടി പ്രേക്ഷകർ, 6.5 കോടി ജനങ്ങളുടെ മനസ്സിലിടം നേടിയ നമ്മുടെ സ്വന്തം ബിജുവേട്ടൻ. ആള് കിടിലമാണ്, സൂപ്പറാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരുപാട് പേര് അവിടെ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ് അല്ലെ. ബിജുവേട്ടന്റെ ഫാമിലിയൊക്കെ വളരെ അടുത്തറിയാവുന്ന കുടുംബാംഗങ്ങളാണ്. സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ഒക്കെ അവർ എവിടെ വരുന്നുണ്ടെങ്കിലും അവരുടെ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹവും ഒരു സ്നേഹവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ബിജുവേട്ട നമസ്കാരം. രാവിലെ മുതൽ വന്നതാണ് ഷോറൂമിലേക്ക്. ഒരു വേദിയുടെ എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സദസ്സിന്റെ ഭാഗമായി തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഭാവന അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ അതിന് മുൻപായിട്ട് ബിജുവേട്ടന്റെ സന്തോഷം കൂടി ഞങ്ങളോട് അറിയിക്കണമെന്ന് കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടെ കുറച്ച് പേര് അന്വേഷിക്കുന്നത് കവിയെയും അമ്മയും ഋത്വികിനൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അവര് ചാനലിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം ഒരു അമ്മയാവാനായി ഉള്ള ഒരു തീരുമാനം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ രണ്ടാമതായിട്ടൊരു കുഞ്ഞു കൂടി നമ്മുടെ കുടുംബത്തെ ഒരു ഭാഗ്യമായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകാൻ പോകുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇത്രയും ഒരു തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ അത് പ്രയാസകരമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും കവിയെ എവിടെയെന്ന് ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട്, അമ്മയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. ബിജുൻ, എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? പ്ലീസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സന്തോഷം. കോഴിക്കോട് ഞാനിവിടെ എൻ്റെ അപ്പുറത്തും വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയപ്പോൾ 1 വർഷം മുന്നേ എന്നെ ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായി, വിളിച്ചിട്ടുണ്ടായി. അന്നേരം എനിക്ക് വേറെ എവിടെയെല്ലാമായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ വിളിച്ചു. അപ്പോൾ ഞാനും മരുമകളും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. കവിക്ക് ഈ സമയത്ത് വരാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷം. ഹനാന നേരിട്ട് കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ എവിടെയും കാണാൻ വിചാരിക്കലുണ്ട്, കാണാൻ പറ്റിയ സന്തോഷം. മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയ ഈ 12ാമത്തെ ഷോറൂമിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിന് ഭാഗത്ത് നേരുമെന്ന്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ കാണാം, അറിയാം, മനസ്സിലാക്കാമെന്ന് കരുതുന്നു. അനുലക്ഷ്മിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അനന്തവരാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. അനു, നമ്മുടെ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ ലേറ്റ് വെയ്റ്റ് ജ്വല്ലറി, പ്രത്യേകിച്ചും ടീനേജ് ആയിക്കോട്ടെ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരായിക്കോട്ടെ, അവരുടെയൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കുറേ ഡിസൈനർ ജ്വല്ലറി കളക്ഷൻസിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു ജ്വല്ലറി കോൺസെപ്റ്റ് ആണ് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും കൊണ്ടുപോകാറുള്ളത്. കോഴിക്കോട് വരുമ്പോൾ എപ്പോഴും പ്രത്യേകതകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ലേറ്റ് വെയ്റ്റ് ജ്വല്ലറിയിലൊക്കെ 1/2 ഗ്രാമിലും 1 ഗ്രാമിലും ഒക്കെ തുടങ്ങുന്ന എല്ലാ ആഭരണങ്ങളുടെയും പുതുമയേറിയ കളക്ഷൻസ് അവിടെ ഉണ്ട്. എന്നാലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അനുകുട്ടിക്ക്, അനുലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് ഇതൊക്കെ കണ്ടിട്ട്? അത്യാവശ്യം എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട്. ഇപ്പത്തെ കുമ്പിളക്കെല്ലാം അത്യാവശ്യം നല്ല ഇടാൻ പറ്റുന്ന, ഇഷ്ടപ്പെടുന്ന അടിപൊളി. അപ്പോൾ ഇത്രത്തോളം ഉയരങ്ങൾ കീഴടക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയാണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അങ്ങനെയൊന്നും മനുഷ്യരെ കാണാൻ കിട്ടില്ല. എനിക്ക് ബിജോറിനോട് ഫാമിലിയോടുള്ള ബഹുമാനവും ഇഷ്ടവും ഒക്കെ അത് തന്നെയാണ്. എത്ര ഉയരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കോടിക്കണക്കിന് പ്രേക്ഷകർ, ഏഷ്യയിലെ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള ഒരു യൂട്യൂബ് ചാനൽ, അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ ഒന്നുമല്ല, നിങ്ങളിൽ ഒരാളാണ്. സാധാരണക്കാരനായി അങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ബഹുമാനവും ഇഷ്ടവും ഒക്കെ നമുക്ക് കൂടുകയാണ് അല്ലേ. മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 12th ഷോറൂമിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമസ്കാരം. ആദ്യം തന്നെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷനിൽ എന്നെ ക്ഷണിച്ചതിലും ഇവിടെ എത്തിയതിലും അതിയായ സന്തോഷം. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും അതിയായ സന്തോഷം. ഞാൻ കൂടുതൽ സംസാരിക്കണില്ല. ഐ വിൽ സിംഗ് സോങ്സ്.